കേരളത്തിലെ പ്രമുഖമായ ഇസ്ലാമിക പ്രസിദ്ധീകരണം ചോദിച്ച ചോദ്യം ഞാൻ വായിക്കാം. IS-ൽ കേരള സലഫികൾക്ക് സംവരണ സീറ്റുണ്ടോ? ഞാനും താങ്കളോട് ചോദിക്കുന്നു, കേരള സലഫികൾക്ക് IS-ൽ സംവരണമുണ്ടോ? നല്ലൊരു ചോദ്യമാണത്. അത് സലഫി നേതൃത്വത്തോട് ചോദിക്കേണ്ടതാണ്. ഞാൻ സലഫി നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട ഒരാളല്ല. ഞാനൊരു സാധാ പ്രവർത്തകനാണ് ആ നിലക്ക് പറയുകയാണെങ്കിൽ. പിന്നെ പീസ് സ്കൂൾ എന്നുള്ളത് സലഫികളുമായോ കേരളത്തിലെ സലഫി സംഘടനകളുമായോ ഒരു ബന്ധമില്ലാത്ത, താങ്കൾ KNM-മായി അടുത്ത് നിൽക്കുന്ന ആളാണ്. അതെ, KNM-ആയിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷെ പീസ് സ്കൂൾ എന്നുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതിൽ സുന്നികളുണ്ട്, അതില് ഇത് ഒഴിഞ്ഞുമാറലാണ്. പീസ് സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യം KNM-ന്റെ ഭാരവാഹികളോട് ചോദിച്ചപ്പോൾ അബ്ദുള്ള കോയ മദനി അത് നിങ്ങൾ MM അക്ബറിനോട് ചോദിക്കണം, ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നു. ഈ സലഫികളുമായി ബന്ധപ്പെട്ട ചോദ്യം താങ്കളോട് ചോദിച്ചാൽ അത് സലഫി നേതൃത്വവുമായി ചോദിക്കണം. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്നത്. അത് സത്യം പറയുകയാണല്ലോ. TP അബ്ദുള്ള കോയ മദനിക്ക് പീസ് സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അറിയണമെങ്കിൽ അദ്ദേഹമായിട്ട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണം. പീസ് സ്കൂൾ എന്നുള്ളത് എന്റെ ഒരു വിഷനാണ്, എന്റെ പേഴ്സണൽ വിഷനാണ്. ആ വിഷന്റെ ബേസിസിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷനാണ്. ഞങ്ങൾക്ക് വളരെ കൃത്യമായുള്ള വിഷനുണ്ട്. ആ വിഷൻ നാടിന് നന്മ നൽകുന്നവരെ, നാടിന്റെ മുന്നിൽ നടക്കാൻ കഴിയുന്നവരെ വളർത്തിയെടുക്കുക എന്നുള്ള വിഷനാണ്. അല്ല, അങ്ങനെ എത്ര നാടിന് നന്മ നൽകുന്ന ആളുകളെ വളർത്തിയെടുത്തു നോക്കൂ. കേരളത്തിലെ സുന്നി സംഘടനകളിൽപ്പെട്ട ഒരാൾ ഭീകരവാദത്തിന് വേണ്ടി തോക്കെടുക്കാൻ സിറിയയിലേക്കോ ഇറാഖിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പോയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സലഫി പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മാത്രം പോകുന്നത്? ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു, കേരള സലഫികൾക്ക് അവിടെ IS-ൽ സംവരണമുണ്ടോ? തീർച്ചയായും അത് നിങ്ങൾ സലഫി നേതാക്കളോട് ചോദിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം സുന്നി എന്നോ സലഫി എന്നോ ഇവിടുത്തെ സമസ്ത എന്നോ ഒന്നും ഈ വിഷയത്തിൽ വ്യത്യാസമില്ല. കേരളത്തിൽ നിന്ന് IS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട 25-ലധികം ആളുകളിൽ 5 പേരെങ്കിലും പീസ് സ്കൂളുമായി ബന്ധപ്പെട്ട